നടൻ സിദ്ദിഖിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. കേരളത്തിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ പ്രത്യേക ടീം രൂപീകരിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലെ DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ ടീം ആണ് ഇപ്പം ഈ കേസ് അന്വേഷിക്കുന്നത്. മ്യൂസിയത്തെ SIയും CAയും ഈ കേസിന്റെ അന്വേഷണ സംഘത്തിലുണ്ട്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തിരിക്കുന്ന ഈ കേസ് 2016 കേസാണ്. സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂ നിള തിയേറ്ററിൽ വെച്ച് വഴുതിക്കാട് നടക്കുന്ന ദിവസം 2016 ജനുവരി 26. അന്ന് ഈ പെൺകുട്ടി, ഈ പരാതി കൊടുത്ത നടി, അന്ന് മൈനറാണ്. അതിന് സിനിമാ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും ഇവിടെ ഹെൽപ്പ് ചെയ്തു. ഏതായാലും സിദ്ദിഖിനെ നേരിട്ട് കാണണം കുട്ടിയെ. അതിന് മാതാപിതാക്കളും ഒരു സുഹൃത്തും ആ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് 2016 സിദ്ദിഖ് താമസിച്ച മസ്കറ്റ് ഹോട്ടലിൽ അവിടെ കൊണ്ടുവന്നാക്കി. സിദ്ദിഖ് അവിടെ 101 നമ്പർ മുറിയാണ് എടുത്തിരുന്നത്. മസ്കറ്റിന്റെ താഴത്തെ നിലയിൽ ഏകദേശം 12 മുറികളുണ്ട്. 101 മുറി മുതൽ 112 മുറി വരെ, 112 റൂം നമ്പർ വരെ. 8 വർഷം മുമ്പത്തെ സംഭവമാണ്. ആ പെൺകുട്ടി പറഞ്ഞു തിയേറ്ററിൽ നിന്ന് നേരെ മസ്കറ്റ് ഹോട്ടലിൽ പോയി. അവിടെ രജിസ്റ്ററിൽ ഗസ്റ്റായിട്ട് എൻ്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 101 നമ്പർ മുറിയിലാണ് പോയത്. സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. ആ മുറിയിൽ നിന്ന് സ്വിമ്മിംഗ് പൂൾ കാണാം. ആ കുട്ടിയെ പീഡിപ്പിച്ച ശേഷം അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കുറ്റബോധവുമില്ലാതെ ചോറ് വാങ്ങിച്ചു കഴിച്ചു. ചോറിന് തൈരും മീൻകറിയും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കുട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. കൗൺസിലിങ്ങിന് സൈക്കാട്രിയുടെ അടുത്ത് കൊണ്ടുപോയി. അതൊക്കെ ഇപ്പോൾ എവിഡൻസ് ആയിട്ട് വന്നിരിക്കുന്നു. ഈ കേസ് ഇനി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതുകൊണ്ട് അന്വേഷണം മുമ്പിൽ വിളിക്കുന്ന സമയത്ത് ഹാജരാകണം. അവർ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിലെ എവിഡൻസ് ഒക്കെ നിരത്തും. സിദ്ദിഖ് നേരായ എവിഡൻസിനെ പറ്റി എന്തു പറയാനുണ്ട് എന്ന് പ്രതിയോട് ചോദിക്കും. ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. അന്ന് തിയേറ്ററിൽ ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ 101 നമ്പർ മുറിയിലാണോ സിദ്ദിഖ് താമസിച്ചത്, അതും ശരിയാണ്. ആ മുറിയിൽ നിന്ന് സ്വിമ്മിംഗ് പൂൾ കാണാമോ, അതും പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു, കാണാം. കുട്ടിയുടെ ഓർമ്മ കറക്റ്റാണ്. ചോറുണ്ടോ ഉച്ചയ്ക്ക്, തൈരും മീൻകറിയും കൂട്ടി ചോറുണ്ടോ? ഉണ്ട്. അവിടെ ബില്ലുണ്ട്. ഇത് തന്നെ ഐറ്റം, സംശയമില്ല. രജിസ്റ്ററിൽ 2016 ജനുവരി 26 സിദ്ദിഖിൻ്റെ പേര് രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിൽ. ഏതായാലും സാഹചര്യ തെളിവ് വളരെ സ്ട്രോങ് ആണ്. കുട്ടിയെ പീഡിപ്പിച്ച ശേഷം കുട്ടിയെ ഒരു സൈക്കാട്രിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു കൗൺസിലിങ്ങിന്. ആ സംഭവത്തിന് ശേഷം ആ കുട്ടിയുടെ മാനസികതയില തകരാറിലായി എന്നർത്ഥം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ മൈനർ കുട്ടിയെ പീഡിപ്പിച്ചാൽ 376 പോക്സോ കേസ് അനുസരിച്ച് ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുത്തിരിക്കും. മിനിമം 10 വർഷമെങ്കിലും ലഭിക്കും. പക്ഷെ മൈനർ ആണോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഇനി വരാൻ പോകുന്നത്. അതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെ ബർത്ത്ഡേ സർട്ടിഫിക്കറ്റ് ഒക്കെ ചിലപ്പം ചലഞ്ച് ചെയ്യാം. 18 വയസ്സ് തികയാൻ ഒരു ദിവസമേ ബാക്കിയുള്ളെങ്കിലും ആ ഒരു ദിവസത്തിനകം ഒരു പീഡനം ഉണ്ടായാൽ പോക്സോ കേസിന്റെ പരിധി വരും. 18 തികഞ്ഞ ആ നിമിഷം, ആ മണിക്കൂർ അത് കഴിഞ്ഞാൽ പോക്സോ കേസ് നിലനിൽക്കത്തില്ല. ഇവിടെ കുട്ടിക്ക് +2 പഠിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും 17 വയസ്സ്. 18 വയസ്സാണ്. ഇനി തെറ്റായിട്ട് സ്കൂളിലും കോളേജിലൊക്കെ എൻട്രി ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അതൊരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കത്തില്ല. അതിനെ തീർച്ചയായിട്ടും റേഡിയോളജിക്കൽ
അനാലിസിസ് വേണം. അത് പോക്സോ കേസിനകത്ത് കൃത്യമായിട്ട് അത് നോക്കും. ഏജ് ചലഞ്ച് ചെയ്താൽ റേഡിയോളജിക്കൽ അനാലിസിസ് കൃത്യമായിട്ട് ഏജ് കണ്ടെത്താം. അതുകൊണ്ട് ആ ഏജിനെ പറ്റി സംശയം തീർച്ചയായിട്ടും ഉയർന്നു വരും സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന്. കാരണം ശിക്ഷ കുറച്ചുകൂടെ കഠിനമാണ്. മൈനറായ കുട്ടിയെ പീഡിപ്പിച്ച ശിക്ഷ കഠിനമാണ്. കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. അന്ന് ഈ സംഭവത്തിന് ശേഷം മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ വേറെ ചിലരുമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും പ്രായമായ ശേഷം ആ നിമിഷങ്ങൾ, ആ ടെൻഷൻ ഉണ്ടാക്കിയ അതൊക്കെ ആ കുട്ടിക്ക് മറക്കാൻ ഒക്കില്ല. ഇന്ന് അവർ മേജറായിട്ടുണ്ട്. അത് അതേപടി ഇന്നും പറയും. അതുകൊണ്ട് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന് ഇനി മുന്നോട്ട് ചലിക്കാൻ കഴിയില്ല. വാദഗതികളും ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ സാമ്പത്തികം ഉണ്ടെങ്കിൽ പോകാം. പക്ഷേ ഇവിടെ കേരളത്തിലെ ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു അറസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കോടതി പ്രൊഡ്യൂസ് ചെയ്ത് റിമാൻഡ് ചെയ്യും, കസ്റ്റഡി ചോദിക്കും. കസ്റ്റഡിയിൽ 5 ദിവസം ചോദിക്കാം. കാരണം 5 ദിവസം മുതൽ 7 ദിവസം വരെ കസ്റ്റഡി ചോദിക്കും. അതിനുശേഷം കോടതിയിൽ വിട്ടുകൊടുക്കും പോലീസ്. പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡി കിടക്കും. മൈനറിനെ റേപ്പ് ചെയ്താൽ ജാമ്യം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ട്രയൽ 90 ദിവസത്തിനകം നടന്നിരിക്കും. പ്രത്യേകിച്ച് ഈ കേസിൽ 2 വർഷത്തിനകം ഡിസ്പോസ് ചെയ്യണം മിക്കവാറും എല്ലാ മൈനർ കുട്ടികളെ റേപ്പ് ചെയ്ത കേസുകളിലെല്ലാം കാണുന്നത് അങ്ങനെയാണ്. അതിന് സ്പെഷ്യൽ കോർട്ടുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് കോടതിയുണ്ട്. ആ കോടതിയിൽ എത്രയും പെട്ടെന്ന് ട്രയൽ തുടങ്ങും. അതുകൊണ്ട് പോലീസ് 90 ദിവസത്തിനകം ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കും. അത് അന്ന് മെഡിക്കൽ എവിഡൻസിന്റെ ആബ്സൻസ് ഉണ്ട്. പക്ഷെ സാഹചര്യം വളരെ സ്ട്രോങ് ആണ്. മസ്കറ്റ് ഹോട്ടലിലെ ജീവനക്കാർ പലരും സാക്ഷിയാവും. അവിടുത്തെ രജിസ്റ്റർ ഡോക്യുമെന്റ് ആവും. എന്തായാലും പൊതുവെ നോക്കിക്കഴിയുമ്പം ഒരിക്കലും അനുകൂലമായൊരു വിധി സിദ്ദിഖിന് ലഭിക്കില്ല. അതുകൊണ്ട് മാനസികമായി അതിന് തയ്യാറാകണം. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മിനിമം 10 വർഷം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെന്റ്. പോക്സോ ഓഫൻസ് പ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൊഴി, അത് തന്നെയല്ല സാഹചര്യ തെളിവുകൾ, കണ്ടെടുത്ത ഡോക്യുമെന്റുകൾ എല്ലാം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഒരു ശിക്ഷയുടെ കാര്യത്തിലേക്കാണ് ഇത് നീങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നോട്ടീസ് കൊടുക്കും, പോലീസ് ചോദ്യം ചെയ്യും. നോട്ടീസ് കൊടുത്ത് വരുത്തുമായിരിക്കാം. പക്ഷേ ഡയറക്റ്റ് പോയി അറസ്റ്റ് ചെയ്യുന്നതിനും തടസ്സമില്ല പോലീസിന്റെ എവിഡൻസ് അനുസരിച്ച്. എന്തായാലും സിദ്ദിഖിനെ നോട്ടീസ് കൊടുത്ത് വരും. ചിലപ്പം ഫസ്റ്റ് റൗണ്ട് ചോദ്യം ചെയ്തിട്ട് വിടാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ അന്വേഷണം, ആ ഇൻവെസ്റ്റിഗേഷൻ, ആ സ്റ്റെപ്പുകളെല്ലാം പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ മ്യൂസിയം പോലീസ് വിളിക്കുന്ന സമയത്ത് ഹാജരായി കഴിഞ്ഞാൽ പിന്നീട് വെളിച്ചം കാണാൻ അല്പം ബുദ്ധിമുട്ടാണ് ഈ കേസിൽ നിന്ന് എനിക്ക് തോന്നുന്നു.